അപ്പൊ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടീമിന്റെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. പരാതി ഇനി ഇവിടെയുണ്ട് ആൾക്കാര്. ഇവിടെ ചേച്ചി വന്നല്ലോ. മുഴുവൻ വീഡിയോ ഞാൻ വെക്കുന്നില്ല, എല്ലാരും കണ്ടിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, ചേച്ചി ആണുങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രതികരിക്കുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്താടാ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ചേട്ടാ, എന്തൊക്കെയാ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങള്. ഇന്നിപ്പോ ഫേസ്ബുക്കോ ന്യൂസോ തുറക്കാൻ പറ്റുന്നില്ല. നമ്മളെന്തെങ്കിലും റെലവെന്റ് ആയ ന്യൂസ് ഉണ്ടോ എന്ന് അറിയാനാണ് ഇതൊക്കെ തുറക്കുന്നത്. ഇന്നിപ്പോ ന്യൂസ് ചാനലുകൾക്ക് ഇത് മതി. അൻസിബയ്ക്കെതിരെ ടിനി ടോം അഭിഹിതം പറഞ്ഞു, തീവ്രവാദിയാക്കി, ജിഹാദിയാക്കി, ലക്ഷ്മിപ്രിയയുടെ കുടുംബം തകർക്കുക, അവർ പോയി കേസ് കൊടുത്തു. ഈ ന്യൂസൊക്കെ അറിയുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഈ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഉപകാരമുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ആന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. ഈ ഒരു അടുത്ത കാലത്ത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അത്ര ചവറ് കേസുകൾ ലോകത്ത് എവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടുള്ളവർ പറയാറുണ്ട്, 4 പെണ്ണുങ്ങൾ കൂടുമ്പോൾ അവിടെ കുടുംബശ്രീയാണ് കൊതി നുണയും പറയുന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്നതിൽ അതപ്പതിച്ച രീതിയിലാണ് അമ്മ സംഘടന ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് ഇതിങ്ങനെ വലിയ എന്തോ ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ സാധാരണക്കാരുടെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു സംഘടനയിൽ നടക്കുന്ന ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ചെളിവാരി ഇറയിലാണെന്നുള്ള രീതിയാണ് ന്യൂസ് ചാനലുകൾക്ക്. അതങ്ങ് എടുത്ത് ഘോരം കൊട്ടിഘോഷിക്കുന്നത്. നമ്മളെ സാധാരണക്കാർക്ക് ഇതൊന്നും അറിയുന്നതുകൊണ്ട് ഒന്നുമില്ല. നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കൂടി അറിയാൻ പറ്റിയ ന്യൂസുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിക്കുക. അല്ലാണ്ട് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി എറിയുന്നതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അൻസിബയ്ക്കെതിരെ ടിനി ടോം അഭിഹിതം പറയുന്നു, ലക്ഷ്മിപ്രിയയുടെ കുടുംബം തകർക്കാൻ നോക്കി എന്ന് പറയുന്നത്. എന്തോ ആവട്ടെ, നമുക്കിതുകൊണ്ട് എന്താ ഉപകാരമില്ല? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇതിന് മാത്രം വലിയ ന്യൂസ് വാല്യൂ കൊടുക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? അവരുടെ സംഘടനയിൽ എന്തെങ്കിലും നടക്കുന്നത് അവര് തീർക്കട്ടെ. നിങ്ങൾക്കൊക്കെ ഇത്രക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനോരമ പത്രത്തിന്റെ ഏതെങ്കിലും പത്രത്തിന്റെ ഒരു മൂലയിൽ വരിക, അല്ലെങ്കിൽ ന്യൂസിൽ ഒരു പ്രാവശ്യം അത് റീഡ് ചെയ്ത് പോകുന്നല്ലാണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നിങ്ങൾ അതിനു വേണ്ടി പുറകെ നടക്കാറുണ്ടോ? ഇത് ഇവർക്കൊക്കെ വേണ്ടി, ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വേണ്ടത്? അവര് പരസ്പരം ചെളി വാരി എറിയും, നാളെ അവരൊക്കെ വീണ്ടും ഒന്നാവും, ഈ പറഞ്ഞവരൊക്കെ പുറത്താവും. നിങ്ങൾ ഈ ന്യൂസ് ചാനലുകളോടാണ് പറയാനുള്ളത്, നമ്മൾ നിങ്ങളുടെയൊക്കെ ന്യൂസ് കാണുന്നത് നമുക്ക് കൂടെ ഉപകാരപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾ അതിൽ കൊടുക്കുന്ന പ്രതീക്ഷയാണ്. അല്ലാണ്ട് അവിടെ അമ്മയിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിഹിതം പറയുന്നതും ജിഹാദിയാക്കുന്നതുകൊണ്ടൊന്നും കേൾക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. അത് ഇതിന് മാത്രം വലിയ റെലവെന്റ് ആയ ന്യൂസ് ആണെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ.